Good morning students. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 10ാമത്തെ ചാപ്റ്ററിലെ ഇ-ഗവേണൻസ് എന്ന് പറയുന്ന പോയിന്റാണ് നമ്മൾ പഠിച്ചത്. എന്താണ് ഇ-ഗവേണൻസ്? ടൈപ്പ് ഓഫ് ഇൻട്രാക്ഷൻ ഇൻ ഇ-ഗവേണൻസ്. ഈ രണ്ട് പ്രധാനപ്പെട്ട പോയിന്റാണ് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചത്, കഴിഞ്ഞ പാഠഭാഗത്ത് പഠിച്ചു. ഇന്ന് നമ്മൾ പറയുന്നത് ഇ-ഗവേണൻസുമായി ബന്ധപ്പെട്ട മറ്റു രണ്ട് പോയിന്റുകളാണ്. അതായത് ഇൻഫ്രാസ്ട്രക്ചർ ഓഫ് ഇ-ഗവേണൻസ്, ഇ-ഗവേണൻസിൽ ഉപയോഗിക്കുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ എന്തൊക്കെയാണ് വേണ്ടത് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. അതുപോലെ അഡ്വാൻറ്റേജസ് ഓഫ് ഇ-ഗവേണൻസ്, അതുപോലെ ചലഞ്ചസ് ഓഫ് ഇ-ഗവേണൻസ്. ഈ മൂന്ന് പോയിന്റുകളാണ് നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. എല്ലാവരും ക്ലാസ്സിൽ ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി ഇ-ഗവേണൻസ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഇ-ഗവേണൻസ് ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ ഓഫ് ദി ഇ-ഗവേണൻസ്. അല്ലേ? In India, the e-governance infrastructure mainly consists of state data center, അതുപോലെ KSWAN, അതുപോലെ അല്ലെങ്കിൽ SWAN എന്ന് പറയും, അതുപോലെ കോമൺ സർവീസ് സെന്റർ. ഇങ്ങനെ മൂന്ന് ഭാഗങ്ങളാണ്, മൂന്ന് ഇൻഫ്രാസ്ട്രക്ചറുകളാണ് ഒരു ഇ-ഗവേണൻസ് നൽകുന്നത്. അപ്പോൾ ഗവൺമെന്റിന്റെ സർവീസ് വ്യക്തികൾക്ക് എത്തിക്കണമെങ്കിൽ അതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ, അതിന്റെ സൗകര്യം മൂന്നെണ്ണം. ഈ മൂന്നെണ്ണം ഉണ്ടെങ്കിലേ എന്തുള്ളൂ, ഗവൺമെന്റ് സർവീസസിൽ വ്യക്തികൾക്ക് എത്തിക്കൊള്ളൂ. ഒന്ന് സ്റ്റേറ്റ് ഡാറ്റാ സെന്റർ ആണ്, SDC എന്ന് പറയും, ഫോർ പ്രൊവൈഡിങ് കോർ ഇൻഫ്രാസ്ട്രക്ചർ. ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫ്രാസ്ട്രക്ചർ ആണ് സ്റ്റേറ്റ് ഡാറ്റാ സെന്റർ. എന്താണ് നമ്മൾ പഠിക്കുന്നുണ്ട്. അതുപോലെ അതെന്തിനാ ഉപയോഗിക്കുന്നത്? ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ നൽകുന്ന ഡാറ്റകളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു സെന്റർ. അതുപോലെ സ്റ്റേറ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയും, SWAN എന്ന് പറയും. SWAN സ്റ്റേറ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്ക്, അല്ലെ? അതായത് പരസ്പരം ഫോർ കണക്ടിവിറ്റി, കണക്ട് ചെയ്യാനാണ്. ഈ ഡാറ്റാ സെന്ററുമായി, സ്റ്റേറ്റ് ഡാറ്റാ സെന്ററുമായി കണക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കണക്ടിവിറ്റിയാണ് SWAN എന്ന് പറയുന്നത്. മറ്റൊന്നാണ് കോമൺ സർവീസ് സെന്റർ ആസ് ദി സർവീസ് ഡെലിവറി പോയിന്റ്. സർവീസുകൾ നൽകുന്ന ഒരു സ്ഥാപനം, ഗവൺമെന്റ് സർവീസ് നൽകുന്ന സ്ഥാപനം, അതാണ് കോമൺ സർവീസ് സെന്റർ, CSC എന്ന് പറയുന്നത്. നമ്മൾ അക്ഷയ എന്നൊക്കെ പറയുന്നത് എന്താണ്? കോമൺ സർവീസ് സെന്റർ പറയുന്നത്. അപ്പൊ ഈ മൂന്ന് ഇൻഫ്രാസ്ട്രക്ചറുകൾ വേണം. ഒന്ന് SDC, ഡാറ്റകൾ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു സെന്റർ. പിന്നെ കോമൺ സർവീസ് സെന്റർ, ഈ സർവീസുകൾ നൽകുന്ന ഒരു സ്ഥലം, ഒരു സെന്റർ, അല്ലെ? ഇവ തമ്മിൽ പരസ്പരം ബന്ധിപ്പിക്കാനുള്ള ഒരു നെറ്റ്വർക്ക്, അതാണ് എന്ത്? സ്റ്റേറ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്ക്. ആ പിക്ചർ നോക്കൂ. പിന്നെ സ്റ്റേറ്റ് ഡാറ്റാ സെന്റർ SDC, അതുപോലെ കോമൺ സർവീസ് സെന്റർ, ഇവയെ പരസ്പരം ബന്ധിപ്പിക്കുന്ന സ്റ്റേറ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്ന SWAN. ഇതിനെ കുറിച്ച് നമുക്ക് പറയാം. ആദ്യം എന്താണ് സ്റ്റേറ്റ് ഡാറ്റാ സെന്റർ എന്ന് പറഞ്ഞാൽ? സ്റ്റേറ്റ് ഡാറ്റാ സെന്റർ SDC. SDC എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്കറിയാം, നാഷണൽ ഇ-ഗവേണൻസ് പ്ലാൻ, ദേശീയ ഇ-ഗവേണൻസ് സൗകര്യങ്ങൾ, അല്ലെ? ദേശീയ ഇ-ഗവേണൻസ് പദ്ധതിയുടെ കീഴിൽ സംസ്ഥാനത്തിന്റെ ഒരു ഡാറ്റാ സെന്റർ ആണ് എന്ത്? SDC. ദേശീയ ഇ-ഗവേണൻസ്, അതായത് ഇന്ത്യയിലെ ഇ-ഗവേണൻസ് പദ്ധതിയുടെ കീഴിലുള്ള സംസ്ഥാനത്തിലെ ഒരു ഡാറ്റാ സെന്റർ ആണ് SDC എന്ന് പറയുന്നത്. ഇത് ജനങ്ങൾക്കും വ്യവസായികൾക്കും മറ്റു സേവനങ്ങൾ നൽകാൻ ഇതുവഴി സാധിക്കും, അല്ലേ? ഈ SDC വഴി എന്ത് ചെയ്യാം? ജനങ്ങൾക്ക് ഡാറ്റകൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നതോടുകൂടെ ഈ ഡാറ്റകൾ ഉപയോഗിച്ച് ജനങ്ങൾക്കും മറ്റു വ്യവസായ സ്ഥാപനങ്ങൾക്കും സേവനങ്ങൾ നൽകുവാൻ SDC വഴി കഴിയും. ഓക്കെ, മാത്രമല്ല ഇത് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ ആണ് SDC എന്ന് പറയുന്നത്. ഇതിൻ്റെ കീഴിൽ G2G വരാം, G2C വരാം, G2B വരാം, അല്ലെ? തുടങ്ങിയ സേവനങ്ങൾ, ഇലക്ട്രോണിക് ഡാറ്റ വിതരണം കാര്യക്ഷമമായി നടത്താൻ കഴിയും. മാത്രമല്ല മാനേജ്മെന്റ് നിയന്ത്രണങ്ങളും അതുപോലെ വിഭവ നിയന്ത്രണങ്ങൾ തുടങ്ങിയ സൗകര്യങ്ങളും നൽകുന്നു. ഡാറ്റ മാനേജ് ചെയ്യാനും അതുപോലെ ഡെവലപ്പ് ചെയ്യാനും ഉപയോഗിക്കും. ഇപ്പോൾ നോക്കാം, SDC പ്രൊവൈഡ് ബെറ്റർ ഓപ്പറേഷൻ ആൻഡ് മാനേജ്മെന്റ് കൺട്രോൾ ആൻഡ് മിനിമൈസ് ദി ഓവറോൾ ദി കോസ്റ്റ് ഓഫ് ദി ഡാറ്റ മാനേജ്മെന്റ് റിസോഴ്സ്, അതുപോലെ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് ETC, റിസോഴ്സ് മാനേജ്മെന്റ് ഡെവലപ്മെന്റ് എക്സ്ട്രാ.
അപ്പോൾ ഈ ഡാറ്റാ സെന്റർ വഴി എന്ത് ചെയ്യാം, സേവനങ്ങളെ മാനേജ് ചെയ്യാനും അതുപോലെ അവയെ കൺട്രോൾ ചെയ്യാനും STC വഴി എന്ത് ചെയ്യുന്നു സാധ്യമാണ്. അപ്പോൾ ചുരുക്കത്തിൽ ഒരു NGPയുടെ കീഴിൽ, അതായത് നാഷണൽ ഇ ഗവേണൻസ് പ്ലാൻ, ഇതിന്റെ കീഴിലുള്ള ഒരു ഡാറ്റാ സെന്ററാണ്, സംസ്ഥാനത്തിന്റെ ഒരു ഡാറ്റാ സെന്ററാണ് സ്റ്റേറ്റ് ഡാറ്റാ സെന്റർ. ഇതിൽ എന്ത് ചെയ്യുന്നു, ഡാറ്റകൾ സ്റ്റോർ ചെയ്തു കൊടുക്കും. നമ്മുടെ എല്ലാ വിവരങ്ങളും, ഗവൺമെന്റ് എല്ലാ വിവരങ്ങളും, മറ്റു ഏജൻസികളുടെ എല്ലാ വിവരങ്ങളും സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു ഡാറ്റാ സെന്റർ. ഓക്കെ, ഇതാണ് ഒരു ഇൻഫ്രാസ്ട്രക്ചർ. ഇനി മറ്റൊന്നാണ് സ്റ്റേറ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അതിനെ KSWAN എന്ന് വിളിക്കാറുണ്ട്, SWAN എന്ന് വിളിക്കാറുണ്ട്. കേരള സ്റ്റേറ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്ക് ഹാസ് ബീൻ സെറ്റ് അപ്പ് ആൻഡ് ബാക്ക് ബോൺ ഓഫ് സ്റ്റേറ്റ് ഇൻഫർമേഷൻ ഇൻഫ്രാസ്ട്രക്ചർ. SII എന്ന് പറയും, സ്റ്റേറ്റ് ഇൻഫർമേഷൻ ഇൻഫ്രാസ്ട്രക്ചർ. ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു നട്ടലാണ് എന്ത് KSWAN എന്ന് പറയുന്നത്. ഇറ്റ് കണക്ട് ദി തിരുവനന്തപുരം, കൊച്ചി ആൻഡ് കോഴിക്കോട് ആസ് ഇറ്റ് ഹബ്സ്. ഇതിന്റെ ഹബ്ബുകൾ തിരുവനന്തപുരം, കൊച്ചി, അതുപോലെ കോഴിക്കോട് എന്നീ ജില്ലകളിലാണ് ഉണ്ടായിരുന്നത്. ആൻഡ് എക്സ്റ്റെൻഡ് ടു ദി ആൾ 14 ഡിസ്ട്രിക്ട്. പിന്നീട് ചെയ്തു അത് 14 ജില്ലകളിലേക്കും ഇതിന് സർവീസുകൾ നീട്ടി. അതുപോലെ അതിലുള്ള 152 ബ്ലോക്ക് പഞ്ചായത്തുകളും ഇതുമായി ലിങ്ക് ചെയ്തു. പണ്ട് 3 ജില്ലകളിലാണ് ഉണ്ടായിരുന്നത്, തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് എന്ന് 3 പറയുന്ന ജില്ലകളിലാണ് ഇത് തുടങ്ങിയത്. പിന്നീട് മറ്റ് 14 ജില്ലകളിലേക്കും ഈ കണക്ടിവിറ്റി നീട്ടി. മാത്രമല്ല 152 ബ്ലോക്ക് പഞ്ചായത്തുകളും ഇതുമായി ബന്ധിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ പരസ്പരം കണക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു നെറ്റ്വർക്ക് ആണ് KSWAN. മറ്റൊന്നാണ് കോമൺ സർവീസ് സെന്റർ എന്ന് പറയുന്നത്. മറ്റൊരു ഇൻഫ്രാസ്ട്രക്ചർ ആണ് കോമൺ സർവീസ് സെന്റർ, CSC എന്ന് പറയുന്നത്. അത് ഫോർ ഫ്രണ്ട് എൻഡ് ഡെലിവറി പോയിന്റ് ഓഫ് ദി ഗവൺമെന്റ് ആൻഡ് പ്രൈവറ്റ് ആൻഡ് സോഷ്യൽ സെക്ടർ സർവീസ് ഓഫ് ദി റൂറൽ സിറ്റീസൺ ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ സാധാരണ ജനങ്ങളിലേക്ക് ഗവൺമെന്റിന്റെ സൗകര്യങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന ഒരു സെന്റർ. മനസ്സിലായോ? അതാണ് CSC സെന്റർ എന്ന് പറയുന്നത്. The highlight of the CSC of that office develop enabled e-governance service in a rural area. ഇതിന്റെ നമ്മൾ പറഞ്ഞതുപോലെ ഇതിന്റെ ഹൈലൈറ്റ്, CSCയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഓഫർ എന്ന് പറയുന്നത് ഗവൺമെന്റ് സർവീസ് റൂറൽ ഏരിയകളിൽ എത്തിക്കുക എന്ന് പറയുന്നതാണ്. അപ്പോൾ സർക്കാർ, പൊതുമേഖലാ സ്ഥാപനം തുടങ്ങിയവ ഇന്റർനെറ്റ് വഴി നൽകുന്ന സേവനങ്ങൾ ജനങ്ങൾക്ക് എത്തിക്കുന്ന കേന്ദ്രങ്ങളാണ് കോമൺ സർവീസ് സെന്റർ. അല്ലെ? അപ്പൊ കേരളത്തിൽ ഇത്തരം സേവനങ്ങൾ നൽകുന്നത് അക്ഷയ കേന്ദ്രങ്ങൾ വഴിയാണ്. കേരളത്തിൽ നൽകുന്ന അക്ഷയ കേന്ദ്രം. അപ്പൊ അക്ഷയ സെന്റർ എന്ന് പറയുന്നത് എന്താണ്? ഒരു CSC സെന്റർ, കോമൺ സർവീസ് സെന്റർ. അവിടെ നൽകുന്ന സർവീസുകൾ എന്തൊക്കെയാണ്? ഒന്ന് അഗ്രികൾച്ചർ സർവീസസ്, കൃഷിയുമായി ബന്ധപ്പെട്ട സർവീസുകളുണ്ട്. ഹെൽത്ത് സർവീസ്, ആരോഗ്യപരമായിട്ടുള്ള സർവീസസുകളുണ്ട്. അതുപോലെ എന്റർടൈൻമെന്റ് സർവീസസുകൾ, അല്ലെ? അതുപോലെ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് സർവീസുകൾ, അതുപോലെ റൂറൽ ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് സർവീസുകൾ, അതുപോലെ കൊമേഴ്ഷ്യൽ സർവീസസുകൾ, അല്ലെ? അപ്പോൾ എന്റർടൈൻമെന്റ് സർവീസുകളുണ്ട്, എഡ്യൂക്കേഷണൽ ട്രെയിനിങ് സർവീസുകളുണ്ട്, റൂറൽ ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് സർവീസുകൾ. അപ്പോൾ നമ്മൾ ഇൻഷുറൻസുകൾ, അതുപോലെ ബാങ്കിങ് സർവീസുകൾ, പണങ്ങൾ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്, അതുപോലെ കൊമേഴ്ഷ്യൽ സർവീസ്, സാധനം വാങ്ങാനും വിൽക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഇത്തരം CSC സർവീസുകൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അവിടെ നൽകുന്ന സർവീസുകളാണ്. അപ്പോൾ ഇൻ കേരള അക്ഷയ സെന്റർ ഇസ് വർക്കിംഗ് ആസ് കോമൺ സർവീസ്. കേരളത്തിലെ അക്ഷയ സർവീസ് ആണ്, അക്ഷയ സെന്റർ ആണ് എന്ത് ചെയ്യുന്നത്? കോമൺ സർവീസ് സെന്ററുകളായി ഉദാഹരണം പറയാം. ഓക്കെ, ഇപ്പോൾ ജനസേവന കേന്ദ്രം എന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ ഏറ്റവും സുതാര്യമായി നമ്മൾ കോമൺ സർവീസ് ഗണത്തിൽപ്പെടുത്തുന്നത് അക്ഷയ സെന്ററുകളാണ്. അപ്പോൾ എന്താ അക്ഷയ സെന്റർ എന്നാ തുടങ്ങിയത്? അക്ഷയ സെന്റർ എന്ന് പറഞ്ഞാൽ അക്ഷയ സെന്റർ ആർ ദി ഇനീഷ്യലി ലോഞ്ച്ഡ് ഇൻ ഇയർ 2002 ഇൻ ദി മലപ്പുറം ഡിസ്ട്രിക്ട് ഇൻ കേരള. കേരളത്തിലെ മലപ്പുറം ജില്ലയിൽ 2002 അക്ഷയ സെന്ററുകൾ തുടങ്ങുന്നത്. അല്ലെ? ഇറ്റ് ഇന്റൻഷൻ വാസ് ടു ഇമ്പാർട്ട് ലിറ്ററസി ടു ദി സിറ്റിസൺ. ഈ തുടക്കത്തിൽ ഈ അക്ഷയ സെന്റർ കൊണ്ട് ഉദ്ദേശിച്ചിരുന്നത് ജനങ്ങളിലേക്ക് ലിറ്ററസി കൊടുക്കുക എന്നുള്ളതാണ്. അത് കമ്പ്യൂട്ടറിനെ കുറിച്ചുള്ള വിദ്യാഭ്യാസം, അതുപോലെ ഇന്റർനെറ്റിനെ കുറിച്ചുള്ള വിദ്യാഭ്യാസം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നാണ് ഈ അക്ഷയ സെന്റർ കൊണ്ട് ആദ്യം. അതിനു വേണ്ടിയിട്ടാണ് അക്ഷയ സെന്റർ തുടങ്ങിയിട്ടുള്ളത്. നമുക്കറിയാം, അല്ലെ? കമ്പ്യൂട്ടറിനെ കുറിച്ച് പഠിപ്പിക്കാറുണ്ട്. പിന്നീട് അതായത് സർവീസ് ഇൻക്ലൂഡ് ഗ്രാൻസ്, ഫില്ലിംഗ്, ഡിസ്ട്രിക്ട്, ടിക്കറ്റിംഗ്, അതുപോലെ സബ്മിറ്റിംഗ് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോർ റേഷൻ കാർഡ് ആൻഡ് ഇലക്ട്രിക്കൽ ID, ആധാർ എൻറോൾമെന്റ്, ആധാർ ബേസ്ഡ് സർവീസ്, അതുപോലെ ഇൻഷുറൻസ് ആൻഡ് ബാങ്കിങ് സർവീസ്. പിന്നീട് എന്ത് ചെയ്തു?
അതെല്ലാം അങ്ങനെ പിന്നീട് ഇതിൻ്റെ സർവീസസുകൾ ഗ്രാൻഡ് അതുപോലെ ഈ ഡിസ്ട്രിക്റ്റ് അതായത് പിന്നെ നമ്മളെ ഇൻകം സർട്ടിഫിക്കറ്റ് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് പോലുള്ള ഈ ഡിസ്ട്രിക്റ്റുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകൾ ഗവൺമെന്റ് സർട്ടിഫിക്കറ്റുകൾ അപേക്ഷിക്കാനും അതുപോലെ ഈ ടിക്കറ്റുകളൊക്കെ ബുക്ക് ചെയ്യാനും അതുപോലെ സബ്മിറ്റ് ഓൺലൈൻ അപ്ലിക്കേഷൻസുകളൊക്കെ സബ്മിറ്റ് ചെയ്യാനും ഫോർ റേഷൻ കാർഡിന് വേണ്ടിയിട്ട് അതുപോലെ ഇലക്ട്രിക് ഐ ഡി ആധാർ എൻവോൾവ്മെന്റ് ആധാർ ബേസ്ഡ് സർവീസുകൾ അതുപോലെ ഇൻഷുറൻസിന് വേണ്ടി ബാങ്കിങ് സർവീസ് പോലുള്ള ഒരുപാട് സർവീസസുകൾക്ക് വേണ്ടിയിട്ട് പിന്നീട് ഈ അക്ഷയ സെന്ററുകൾ ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പോൾ ഗവൺമെന്റിന്റെ എല്ലാ സർവീസസുകളും ഈ അക്ഷയ സെന്റർ വഴി നമുക്ക് വ്യക്തികൾക്ക് പൗരന്മാർക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു കോമൺ സർവീസ് സെന്റർ ആണ് എന്ത് അക്ഷയ സെന്റർ. ഓക്കെ, ഇനി ബെനിഫിറ്റ് ഓഫ് ഇ ഗവേൺസ്. എന്താണ് ഇ ഗവേൺസ് കൊണ്ടുള്ള ഗുണങ്ങൾ? ബെനിഫിറ്റ് ഓഫ് ഇ ഗവേൺസ്. ഇ ഗവേൺസിന്റെ ഗുണങ്ങൾ എന്തെല്ലാം? ഒന്ന്, നമ്മൾ ഇ ഗവേൺസ് വഴി അതായത് ഗവൺമെന്റ് സർവീസുകളെ വ്യക്തികളിലേക്ക് എത്തിക്കുമ്പോൾ എന്തൊക്കെ ഗുണങ്ങളാണ് ഉണ്ടാകുന്നത്? ഒന്ന്, ലീഡ്സ് ടു ഓട്ടോമേഷൻ ഓഫ് ദി ഈ ഗവൺമെന്റ് സർവീസ്. ഈ ഗവൺമെന്റിന്റെ സർവീസുകളുടെ ഓട്ടോമേഷൻ നടത്താൻ കഴിയുന്ന ഓട്ടോമേഷൻ എന്ത് ചെയ്യുന്നു? ഒരാളുടെ സഹായമില്ലാതെ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തികളുടെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്ക് സഹായമില്ലാതെ ഓട്ടോമാറ്റിക് ആയിട്ട് കാര്യങ്ങൾ നടത്താൻ കഴിയുന്നു എന്ന് പറയുന്നത്. എൻഷുറിങ് ദി ഇൻഫർമേഷൻ റിഗാർഡിംഗ് ദി ആക്ടിവിറ്റി ഓഫ് പബ്ലിക് വെൽഫെയർ ഈസിലി അവൈലബിൾ ഓൾ ദി സർവീസ്. അതായത് പൊതുജനങ്ങളുടെ എന്താണ് സുരക്ഷിതത്വം അല്ലെങ്കിൽ എല്ലാ വ്യക്തികൾക്കും ഗവൺമെന്റ് സർവീസസുകളെ എത്തിച്ചു കൊടുക്കുന്നു. അതിന്റെ ഒരു ഓട്ടോമേഷൻ നടക്കുന്നു എന്ന് പറയുന്നത് ഇതിന്റെ ഒരു ഗുണമാണ്. അതുപോലെ സ്ട്രെങ്തൻസ് ഓഫ് ഡെമോക്രസി, എന്താണ് ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നു എന്ന് പറയുന്നതും ഇതിന്റെ ഒരു ഗുണമാണ്. അതായത് നമ്മൾ ഈ ഗവേൺസുമായി ഗവൺമെന്റിലെ എല്ലാ ഗവൺമെന്റ് അതിലുള്ള വ്യക്തികൾക്ക് അല്ലെ ഗവൺമെന്റിന്റെ എല്ലാ മേഖലകളിലും വ്യക്തികൾക്ക് ഇടപെടാൻ കഴിയുന്നു എന്ന് പറയുന്നത് ഇതിന്റെ ഒരു ഗുണമാണ്. അതാണ് ഇതിന്റെ ഡെമോക്രസിയെ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നു എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഗവൺമെന്റിന്റെ എല്ലാ മേഖലകളിലും വ്യക്തികൾക്ക് ഇടപെടാൻ കഴിയുന്നു. മോർ ട്രാൻസ്പെറൻസി അല്ലെ, അതായത് മോർ ട്രാൻസ്പെറൻസി ഒരുപാട് എന്ത് ചെയ്യുന്നു കാര്യക്ഷമതയും ഉണ്ടാക്കുന്നു. ഇൻ ദി ഫങ്ഷൻസ് ആൻഡ് ദസ് ഹെൽപ്പ് ദി എലിമിനേറ്റ് കറപ്ഷൻ. അതായത് ട്രാൻസ്പെറൻസിനെ ഉദ്ദേശിക്കുന്നത് തെറ്റൊന്നും കൂടാതെ അല്ലെങ്കിൽ പിഴവുകൾ സംഭവിക്കാതെ വളരെ സുതാര്യമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയുന്നു എന്ന് പറയുന്നത് ഇതിന്റെ ഒരു ഗുണമാണ്. ക്ലറിക്കലായിട്ട് നമ്മൾ കൺവീനിയൻസ് മോഡലാണെങ്കിൽ ഇപ്പോൾ ഓഫീസിലൊക്കെ പോയിട്ട് നമ്മൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ഗവൺമെന്റ് സർവീസുകൾ ലഭ്യമാക്കുമ്പോൾ അതിൽ ഒരുപാട് തെറ്റുകളൊക്കെ വരാൻ സാധ്യതയുണ്ട്. പക്ഷെ നമ്മൾ ഓൺലൈൻ വഴിയാണ് ചെയ്യുന്നത്, ഇ ഗവേൺസ് ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഇത്തരം തെറ്റുകളൊക്കെ ഒഴിവാക്കാൻ കഴിയും. അതുപോലെ മേക്ക് എവരി ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് റെസ്പോൺസിബിൾ. ഇതെന്താ വളരെ ഇമ്പോർട്ടന്റ് ആയ പോയിന്റാണ്. എല്ലാ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിനും അവരുടേതായ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാകുന്നു. ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിന് ഉത്തരവാദിത്തം വർദ്ധിപ്പിക്കും എന്ന് പറയുന്നത് ഇതിന്റെ ഒരു ഗുണം തന്നെയാണ് അല്ലെ. ആസ് ദി നോ ദാറ്റ് എവരി ആർ ക്ലോസ്ലി ഒബ്സർവ്ഡ്. അപ്പൊ എല്ലാവർക്കും എന്ത് ചെയ്യുന്നു? ഇതിന്റെ ഉത്തരവാദിത്തം ലഭിക്കുന്നു. അതുപോലെ സേവ് അൺനെസറി വിസിറ്റ്. അപ്പോൾ മറ്റൊന്നാണ് അനാവശ്യമായ ഓഫീസുകൾ സന്ദർശിക്കുക എന്ന് പറയുന്നത് ഒഴിവാക്കാൻ കഴിയും എന്ന് പറയുന്നത് അല്ലെ. അനാവശ്യമായി ആവശ്യമില്ലാതെ ഓഫീസുകൾ വിസിറ്റ് ചെയ്യുക, അത് ഒഴിവാക്കാൻ കഴിയുന്നു. ഇങ്ങനെ ഒരു 5 പോയിന്റുകളാണ് ബെനിഫിറ്റ് ഓഫ് ഇ ഗവേൺസ്. To automation of the government services, strengthens of democracy, more transparency, will make every government department responsible, save unnecessary visit. ഇതാണ് benefit of e-governance. Okay. The challenge of e-governance. E-governance ചില ചലഞ്ചസുകൾ വെല്ലുവിളികളുണ്ട്. അപ്പോൾ ഒറ്റ വാക്കിൽ ഇന്ന് പറയുകയാണെങ്കിൽ ലോവർ ലിറ്ററസി വരുന്നുണ്ട്, അതുപോലെ സൈബർ അറ്റാക്ക് വരാൻ സാധ്യതയുണ്ട്, അതുപോലെ ഇംപ്ലിമെന്റേഷൻ ആൻഡ് മെയിൻ്റനൻസ് വരാൻ സാധ്യതയുണ്ട്, അതുപോലെ അനാക്ഷിയസ് അബൌട്ട് ദി ഷെയറിംഗ് ഓഫ് പേഴ്സണൽ ഇൻഫർമേഷൻ വരാൻ സാധ്യതയുണ്ട്, ഇന്റഗ്രിറ്റി ഓഫ് വേരിയസ് ഡിപ്പാർട്ട്മെന്റ്. ഈ 5 പോയിന്റുകളാണ് ചലഞ്ചസ് ഓഫ് ഇ ഗവേൺസ്. ഒന്ന് ലോവർ ഇ ലിറ്ററസി. ഇ ഗവേൺസ് വഴിയാണ് നമ്മൾ പറഞ്ഞു ഗവൺമെന്റ് സർവീസിൽ ഇ ഗവേൺസ് വഴി ഉള്ള ചലഞ്ചസിൽ പ്രധാനപ്പെട്ട ഒന്ന് ലോവർ ഇ ലിറ്ററസിയാണ്. അതായത് ഈ കമ്പ്യൂട്ടറിനെ അതുപോലെ ഇന്റർനെറ്റിനെ കുറിച്ചുള്ള അറിവില്ലായ്മ. അപ്പൊ അറിവില്ലാത്ത ആളുകൾക്ക് എന്ത് ചെയ്യില്ല, ഇ ഗവേൺസ് ഉപയോഗിക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് ഇതിന്റെ ഒരു ചലഞ്ച് തന്നെയാണ്. ലോവർ ഇ ലിറ്ററസി, കമ്പ്യൂട്ടർ അതുപോലെ ഇന്റർനെറ്റ് അവയെ കുറിച്ചുള്ള അറിവില്ലായ്മ, ഇതെന്താണ് ഇതിന്റെ ഒരു ചലഞ്ചാണ്. മറ്റൊന്നാണ് സൈബർ അറ്റാക്ക്. നമ്മൾ ഇ ഗവേൺസ് വഴി
നമ്മൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അവിടെ സൈബർ അറ്റാക്കുകൾ വരാൻ സാധ്യതയുണ്ട്. നമ്മുടെ പാസ്വേഡുകൾ, യൂസർ നെയിം, നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷൻസുകൾ, ഇവയൊക്കെ അതുപോലെ നമ്മുടെ അക്കൗണ്ട് നമ്പർ, ഇവയൊക്കെ എന്താണ് അറ്റാക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്, സൈബർ അറ്റാക്ക്. മറ്റൊന്ന് ഇംപ്ലിമെന്റേഷൻ ആൻഡ് മെയിൻ്റനൻസ്. അതായത് ഈ ഗവേൺസ് ഉപയോഗിക്കുന്നത് കൊണ്ട് മെയിൻ്റനൻസ് അതുപോലെ ചിലവ് വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. സോഫ്റ്റ്വെയർ ക്രിയേറ്റ് ചെയ്യാനും അതുപോലെ ഇന്റർനെറ്റും അതുപോലെ അതുമായി മെയിൻ്റനൻസ്, അതിൻ്റെ അപ്ഡേഷൻ നൽകുമ്പോഴൊക്കെ അതിൻ്റെ എന്ത് ചെയ്യുന്നു, വളരെ വലിയ പ്ലാനിങ് ചെയ്യേണ്ടി വരും. അതുപോലെ വളരെ സാമ്പത്തിക ചെലവ് വരാൻ സാധ്യതയുണ്ട്. മറ്റൊന്നാണ് അനക്ഷിയസ് അബൌട്ട് ദി ഷെയറിംഗ് ഓഫ് ദെയർ പേഴ്സണൽ ഇൻഫർമേഷൻ. വ്യക്തികൾ അവരെ കുറിച്ചുള്ള വിവരങ്ങൾ ഷെയർ ചെയ്യാൻ കാണിക്കുന്ന വിമുഖത, അതായത് മടി, അല്ലെ? ഇന്റർനെറ്റ് വഴി നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ പേഴ്സണൽ കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ, അങ്ങനെ അപ്ലോഡ് ചെയ്യാനുള്ള ജനങ്ങളുടെ വിമുഖത, മടി, ഇതെന്താണ് ഒരു ചലഞ്ചസ് ആണ്. എന്തെങ്കിലും പറ്റുമോ, ആരെങ്കിലും ചോദിക്കുമോ, അതാരെങ്കിലും മിസ്യൂസ് ചെയ്യോ, ഇങ്ങനെയുള്ള ഒരു ടെൻഷൻ, ഒരു മടി, അല്ലെങ്കിൽ അങ്ങനെ വിവരങ്ങൾ കൊടുക്കാനുള്ള ഒരു മടി, അല്ലെ? ഇതെന്താണ് ഇതിന്റെ ഒരു ചലഞ്ചാണ്. അതുപോലെ ഇന്റഗ്രിറ്റി ഓഫ് വേരിയസ് ഡിപ്പാർട്ട്മെന്റ്. ഗവൺമെന്റിന്റെ മറ്റു എല്ലാ ഡിപ്പാർട്ട്മെന്റിനെയും സംയോജിപ്പിക്കാനുള്ള പ്രയാസം, അതെന്താണ്, അത് കാര്യക്ഷമമായും സംയോജിപ്പിക്കാനുള്ള പ്രയാസം ഈ ഗവേൺസിന്റെ ഒരു ചലഞ്ചാണ്. ഓക്കെ, അപ്പോൾ പല ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടാവും, അവയ്ക്ക് ഒറ്റക്കുടക്കീയിൽ കൊണ്ടുവരാൻ എന്താണ് ഇതുവഴി നടത്താൻ പ്രയാസമാണ്, സമയം എടുക്കും എന്ന് പറയുന്നത് ഇതിന്റെ ഒരു ചലഞ്ചസാണ്. അങ്ങനെ 2 ചലഞ്ചസ് ഉണ്ട്. ലോവർ ലിറ്ററസിന്റെ സൈബർ അറ്റാക്ക് വരാം, പ്രോപ്പർ ഇംപ്ലിമെന്റേഷൻ ഓഫ് ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ഈ ഗവേണൻസ് സർവീസസ്, അതുപോലെ ജനങ്ങളുടെ ആക്സസ് അബൌട്ട് ദി ഷെയറിംഗ് ഓഫ് ദെയർ പേഴ്സണൽ ഇൻഫർമേഷൻ, അതുപോലെ ഇന്റഗ്രിറ്റി ഓഫ് വേരിയസ് ഡിപ്പാർട്ട്മെന്റ്, അല്ലെ? ഇവയൊക്കെ എന്താണ് ചലഞ്ചസ് ഓഫ് ഈ ഗവേണൻസ് ആണ്. ഓക്കെ അല്ലേ? ഇനി മറ്റൊന്ന് നോക്കൂ, യൂസ്ഫുൾ ഈ ഗവേണൻസ് വെബ്സൈറ്റുകളാണ് പറയുന്നത്. ഒരു അഡ്രസ് ഓഫ് ദി വെബ്സൈറ്റും അതുപോലെ പർപ്പസ് ഓഫ് അതിൻ്റെ സർവീസും കുറേ ഈ ഗവേണൻസ് വെബ്സൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഒന്ന് www.dhckerala.gov.in, ഒരു ഒഫീഷ്യൽ ഹയർ സെക്കൻഡറി ഡിപ്പാർട്ട്മെന്റ് ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ്. അതുപോലെ www.edistrict.kerala.gov.in എന്ന് പറയുന്നത് ജനങ്ങളിലേക്ക് ഗവൺമെന്റ് സർവീസുകൾ എത്തിക്കുന്ന ഒരു സൈറ്റാണ്. അതുപോലെ incometaxindia.gov.in എന്ന് പറയുന്നത് പ്രൊവൈഡ് ദി സർവീസ് ഓഫ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ്, നികുതി വരുമാന നികുതിയുമായി ബന്ധപ്പെട്ട സർവീസുകൾ നൽകുന്ന ഒരു സൈറ്റ്. അതുപോലെ കേരള MVD.gov.in, ഒഫീഷ്യൽ വെബ്സൈറ്റ് ഓഫ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഓഫ് കേരള മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ്. അതുപോലെ RTI.gov.in, റൈറ്റ് ഓഫ് ഇൻഫർമേഷൻ ആക്ട്, അതുപോലെ ഇൻഫർമേഷൻ IT ആക്ടിന്റെ ഒരു സൈറ്റാണ്. അതുപോലെ itmission.kerala.gov.in, it is a government of Kerala site which provide the managerial support to various IT initiative. IT-മായിട്ടുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങുന്ന ആളുകൾക്ക് അവരുടെ ഗവൺമെന്റ് സർവീസ് നൽകുന്നതാണ്. അതുപോലെ spark.gov.in, ഇതെന്താണ് എംപ്ലോയീസ് നൽകുന്ന ഗവൺമെന്റ് സർവീസ് നൽകുന്ന ഒരു. ഇന്ന് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിച്ചത് ഇൻഫ്രാസ്ട്രക്ചർ ഇൻ ഇ ഗവേൺസ്, അതുപോലെ അഡ്വാൻറ്റേജസ് ഓഫ് ഇ ഗവേൺസ്, ചലഞ്ചസ് ഓഫ് ഇ ഗവേൺസ്, ഈ 3 പോയിന്റുകളാണ്, അല്ലേ? ഇൻഫ്രാസ്ട്രക്ചർ ഓഫ് ഇ ഗവേൺസിലെ 3 ഇൻഫ്രാസ്ട്രക്ചറുകളാണ് പ്രധാനപ്പെട്ടത്. ഒന്ന് SDC, മറ്റൊന്ന് SWAN, അതുപോലെ കോമൺ സർവീസ് സെന്റർ. കോമൺ സർവീസ് സെന്ററിലെ പ്രധാനപ്പെട്ട എക്സാമ്പിൾ പറഞ്ഞു അക്ഷയ സെന്റർ ആണ് കോമൺ സർവീസ് സെന്റർ ആയി പരിഗണിക്കപ്പെടുന്നത്. അതിൽ ഉപയോഗിക്കുന്ന സർവീസസുകൾ അക്ഷയ സെന്റർ എവിടെ തുടങ്ങി, ഫസ്റ്റ് തുടങ്ങാനുള്ള കാരണം, അതിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു, പിന്നീട് അത് ഉപയോഗിച്ചിരുന്നത് ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ പാഠഭാഗത്ത് ചർച്ച ചെയ്തു. അതുപോലെ ഈ ഗവേൺസിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. അതായത് ഈ ഗവേൺസ് ഗവൺമെൻറ് സർവീസുകളുടെ ഓട്ടോമേഷൻ നടത്തുന്നു, അതുപോലെ ഡെമോക്രസിയെ ശക്തിപ്പെടുത്തുന്നു, അതുപോലെ അനാവശ്യമായി വിസിറ്റ് ചെയ്യുന്നത് ഒഴിവാക്കുന്നു പോലുള്ള നമ്മൾ തുടങ്ങിയ അഡ്വാൻറ്റേജസുകളൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ അതിൻ്റെ ചലഞ്ചസുകൾ നമ്മൾ എണ്ണി. അതായത്
സൈബർ അറ്റാക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ലോ ലിറ്ററസി ഒരു കാരണമാവാൻ സാധ്യതയുണ്ട്. അതുപോലെ ജനങ്ങളുടെ ഡീറ്റെയിൽസുകളൊക്കെ നൽകാൻ വിമുഖത കാണിക്കുന്നത് ഈ ഗവേണൻസിനെ ബാധിക്കും. അതുപോലെ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകളെ ഏകോപിപ്പിക്കാൻ പ്രയാസമാണ് പോലുള്ള ചലഞ്ചസുകളെയും നമ്മൾ ചെയ്യുന്നു. ഓക്കെ, ഇത്രയാണ് ഇ ഗവേൺസ് എന്ന് പറയുന്ന പോയിന്റുമായി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ഇനി ഈ ബിസിനസ്സിൻ്റെ ഈ ലേണിങ്ങിൻ്റെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, അപ്പോൾ ക്ലാസ് എല്ലാവരും ശ്രദ്ധിച്ച് കേട്ട് പഠിക്കുക. വീണ്ടും നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ കാണാം. ഗുഡ് ബൈ.